പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും നേരിടേണ്ടതായി വരും. എത്ര തന്നെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും, തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഷിർക്കിൽ നിന്ന് പരിപൂർണമായി വിട്ടു നിൽക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 13-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, ഇന്ന ശിർക ലളുൽമുൻ അലീം, നിശ്ചയമായും ഷിർക്ക് വമ്പിച്ച കുറ്റമത്രേ എന്ന്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഷിർക്ക്? അള്ളാഹുവിൻ്റെ സത്തയിലോ അവൻ്റെ പ്രവർത്തനങ്ങളിലോ അധികാരാവകാശങ്ങളിലോ ഗുണവിശേഷങ്ങളിലോ മറ്റാർക്കെങ്കിലും പങ്കോ സമത്വമോ കൽപ്പിക്കലാണ് ഷിർക്ക്. ഷിർക്കല്ലാത്ത മറ്റെല്ലാ ദോഷങ്ങളും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുമെന്നും ഷിർക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല എന്നും സൂറത്തുൻ നിസാ 48-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നു. അവിടെ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ അതൊരു വമ്പിച്ച ഒരു കുറ്റം തന്നെയാണ് അവർ ചമച്ചുണ്ടാക്കിയിട്ടുള്ളത് എന്ന്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ ശത്രുക്കൾ കൊലപ്പെടുത്തിയാലും ചുട്ടുകരിച്ചാലും നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം അക്ഷരം പ്രതി നെഞ്ചോട് ചേർത്തവരായിരുന്നു സ്വഹാബികൾ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു സത്യവിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ചുട്ടുപഴുത്ത ചരൽ കല്ലിൽ മലർത്തി കിടത്തിക്കൊണ്ട് നെഞ്ചിൽ വലിയ പാറക്കല്ലുകൾ കയറ്റി വെച്ചുകൊണ്ട് ശത്രുക്കൾ പറഞ്ഞു, ലാത്ത, ഉസ്സ എന്നിവരെ കുറിച്ച് നീ എന്തെങ്കിലും നല്ലത് പറയൂ എന്ന്. എന്നാൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആ പീഡനം സഹിക്കുന്നതിനിടയിലും പറഞ്ഞത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്നാണ്. ലാത്തയെയും ഉസ്സയെയും കുറിച്ച് നല്ലത് പറയാൻ എൻ്റെ നാവ് വഴങ്ങില്ല എന്ന്. അതുപോലെ തന്നെ കഴുത്തിൽ കയറിട്ട് മുറുക്കിക്കൊണ്ട് തെരുവുകളിലൂടെ കുട്ടികൾ വലിച്ചിഴച്ച സന്ദർഭത്തിലും മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഉരുവിട്ടുകൊണ്ടിരുന്നത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് എന്നായിരുന്നു. പ്രിയപ്പെട്ടവരെ, തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുകയും അവസാനം സത്യവിശ്വാസികളായി മരിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.